ദില്ലിയിൽ കനത്ത മഴ തുടരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. നിരവധി വാഹനങ്ങൾ വെള്ളക്കെട്ടിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ദില്ലിയിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കനത്ത മഴ ദില്ലി വിമാനത്താവളത്തിലെ സർവീസുകളെയും ബാധിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. പി ആർ സുനിലുണ്ട് തത്സമയം നമുക്കൊപ്പം. പി ആർ സുനിൽ, വെരി ഗുഡ് മോർണിംഗ്. രാവിലെ എപ്പോഴാണ് ഈ മഴ തുടങ്ങിയത്? സുനിലിന് ഓഫീസിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുണ്ടായോ? അരുൺ, 4:30 മണിയോടുകൂടി വലിയ പൊടിക്കാറ്റ് ആരംഭിച്ചു. 5 മണിയോടുകൂടിയാണ് മഴ തുടങ്ങിയത്. ഞാൻ രാവിലെ 5 മണിക്ക് പുറത്തേക്ക് ഇറങ്ങി എക്സർസൈസിന് കഴിച്ച് ഇറങ്ങി പോയി തിരിച്ചു വരുമ്പോൾ കണ്ട കാഴ്ച എന്ന് വെച്ചാൽ റോഡെല്ലാം വെള്ളത്തിനടിയിലാകുന്നൊരു കാഴ്ചയായിരുന്നു. അതായത് താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വണ്ടിക്ക്, നമ്മുടെ വാഹനത്തിന്റെ ഏതാണ്ട് പകുതിക്ക് മുകളിലേക്ക് വെള്ളം കയറിയ ഒരു സാഹചര്യമായിരുന്നു. റോഡുകളെല്ലാം വെള്ളത്തിനടിയിലാണ്. ഇപ്പോഴും മഴ ശക്തമായി തന്നെ ഡൽഹിയിൽ തുടരുകയാണ്. ഏതായാലും ഡൽഹിയുടെ ഏതാണ്ട് എല്ലാ മേഖലകളിലും ഇപ്പോൾ താഴ്ന്ന പ്രദേശങ്ങളിലെ റോഡുകളൊക്കെ തന്നെ വെള്ളത്തിനടിയിലാണ്. അതുപോലെ തന്നെ ഈ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന് പുറകിലുള്ള ഈ റോഡിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നിരവധി വാഹനങ്ങൾ കേടായി ഇപ്പോഴും റോഡിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ നല്ല വെള്ളക്കെട്ട് അല്പസമയം മുമ്പ് ഉണ്ടായിരുന്നു. വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ കേടായ വാഹനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ റോഡിൽ നിൽക്കുകയാണ്. ഇതുപോലെ പലയിടങ്ങളിലും വെള്ളം കയറി വാഹനങ്ങളൊക്കെ തന്നെ കേടായി പല പ്രദേശങ്ങളിലും റോഡുകളിൽ നിൽക്കുന്ന സാഹചര്യമൊക്കെ തന്നെ ഇന്ന് ഡൽഹിയിൽ വലിയ ഗതാഗത കുരുക്കിന് വഴിവെക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും മഴ ഇപ്പോഴും ശക്തമായി തന്നെ തുടരുന്നുണ്ട്. അണ്ടർപാസുകളിലൊക്കെ തന്നെ വെള്ളം നിറഞ്ഞ ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ദ്വാരക മേഖലയിൽ, മയൂർ വിഹാർ മേഖലയിൽ, വസന്ത് വിഹാർ മേഖലയിൽ, അതുപോലെ തന്നെ വസന്ത് കുച്ച് മേഖലയിലൊക്കെ തന്നെ ഈ റോഡുകളുടെ അണ്ടർപാസുകളിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ഡൽഹിയിൽ നമുക്കറിയാം ഒരുപാട് അണ്ടർപാസുകളുള്ള ഒരു നഗരമാണ് ദില്ലി. അപ്പോൾ ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഡൽഹിയുടെ ഒരു അവസ്ഥ ഒരു സ്തംഭിച്ച അവസ്ഥയായിരിക്കും ഡൽഹിയിലെ റോഡുകൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്പസമയത്തിനൊക്കെ തന്നെ ഈ ഓഫീസുകളിലേക്കൊക്കെ തന്നെ ആളുകൾ വരുമ്പോൾ തീർച്ചയായും വാഹനങ്ങളൊക്കെ തന്നെ ഈ റോഡുകളിൽ കുടുങ്ങി വലിയ ഗതാഗത കുരുക്കിലേക്ക് ദില്ലി ഇന്ന് മാറും. അതുപോലെ തന്നെയാണ് അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വിമാന ഗതാഗതത്തെയൊക്കെ തന്നെ വലിയ തോതിൽ ഈ മഴ ബാധിച്ചിട്ടുണ്ട്. രാവിലെ ഏതാണ്ട് 2 മണിക്കൂറും 3 മണിക്കൂറും ഒക്കെ തന്നെ വിമാനങ്ങൾ വൈകിയിട്ടുണ്ട്. രാവിലെ ദില്ലിയിലേക്ക് എത്തിയ ചില വിമാനങ്ങൾ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് മാറ്റിവിട്ട ഒരു സാഹചര്യമൊക്കെ തന്നെയുണ്ട്. അങ്ങനെ വലിയൊരു പ്രതിസന്ധിയാണ് രാവിലെ ഈ മഴ. സുനിൽ, പൊതുവെ ഈ സമയത്ത് അവിടെ മഴ വരേണ്ടതല്ല അല്ലേ? കനത്ത ചൂടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ആ ഒരു ചൂട് സമയത്ത് സാധാരണ ചില സമയങ്ങളിൽ ഇത്തരത്തിൽ മഴ പെയ്യാറുണ്ട്. അത് ഇതുപോലെ തന്നെ വളരെ ശക്തമായി തന്നെയാണ് പെയ്യാറുള്ളത്. ഈ ദില്ലിക്കാർക്ക് ഇതൊരു പുതിയ അനുഭവമല്ല. കാരണം ഏതാണ്ട് എല്ലാ വർഷവും ഇതുപോലെ 1-2 തവണ ശക്തമായ മഴ പെയ്യാറുണ്ട്. അപ്പോൾ ഈ മഴയൊക്കെ തന്നെ ഡൽഹിയിൽ ഇതുപോലെ വെള്ളക്കെട്ടും അതുപോലെ ഗതാഗത പ്രതിസന്ധിയും ഒക്കെ ഉണ്ടാക്കുന്നത് സാധാരണമാണ്. പക്ഷേ പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇതൊരു വലിയ കൌതുകമായിരിക്കും. കാരണം ഡൽഹി പോലെ ഒരു നഗരത്തിൽ ഇതുപോലെ ഒരു ഗതാഗതക്കുരുക്കും വെള്ളക്കെട്ടും ഒക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. ഡൽഹിയുടെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്നത് ഈ വെള്ളം പലപ്പോഴും ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ഒഴുകിപ്പോകാനുള്ള ഒരു സൌകര്യമില്ല എന്നത് വലിയൊരു പ്രതിസന്ധിയാണ്. പ്രത്യേകിച്ച് ഈ അണ്ടർപാസുകളിലൊക്കെ തന്നെ വെള്ളക്കെട്ടുണ്ടായാൽ അത് മണിക്കൂറുകൾ എടുക്കും അത് താഴ്ന്നു പോകാൻ. അപ്പോൾ ഇതൊരു സ്ഥിര പ്രതിസന്ധിയാണ് ഓരോ വർഷവും. ഇപ്പോൾ ഈ ഒരു ചൂടുകാലത്ത് ഇപ്പോൾ നല്ല മഴ, അതായത് 5 മണിക്ക് തുടങ്ങിയ മഴയാണെന്ന് ഓർക്കണം. ഇപ്പോൾ സമയം 7:30 മണി കഴിയുമ്പോഴും ഏതാണ്ട് 7:45 അടുക്കുമ്പോഴും അതേ രീതിയിൽ മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അപ്പോൾ ഇന്ന് ഏതാണ്ട് ഡൽഹി നിശ്ചലമാകുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഗതാഗത സംവിധാനത്തിന്റെ കാര്യത്തിലൊക്കെ തന്നെ. ഏറ്റവും പ്രതിസന്ധി ഉണ്ടാവുക ഈ യമുന തീരത്തൊക്കെ താമസിക്കുന്നവരുടെ കാര്യത്തിലാണ്. അവിടെയൊക്കെ തന്നെ ഒരു താഴ്ന്ന പ്രദേശമാണ്. അപ്പോൾ അതിന് സമീപത്തുള്ള വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഈ ചേരി പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇന്ന് വലിയ ദുരിതാവസ്ഥ തന്നെയായിരിക്കും. അതിന് സമീപത്തൊക്കെയുള്ള ഈ തോടുകളൊക്കെ തന്നെ നിറഞ്ഞ് അവരുടെ വീടുകളിലേക്കൊക്കെ തന്നെ മലിനജലം കയറുന്ന ഒരു സാഹചര്യം കൂടി ഇന്നുണ്ടാകും. അങ്ങനെ വലിയൊരു പ്രതിസന്ധിയാണ് ഇന്ന് ഈ മഴ ഡൽഹിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ഓക്കെ സുനിൽ, ഞാൻ തിരിച്ചു വരാം. എന്തായാലും കൂടുതൽ വിവരങ്ങളുമായി സുനിൽ തുടരണം.